ഇടവക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം ഗുണങ്ങളും ദോഷങ്ങളും സമമായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 3-ലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി, ശനി 11-ലുമാണ്. ജോലിയുടെ കാര്യത്തിൽ തൃപ്തികരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ തന്നെ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ്. വിവിധ രംഗങ്ങളിൽ പല മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഗുണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ വരാനിരിക്കുന്ന കാലത്ത് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നിങ്ങളുടെ തൊഴിൽ മേഖല വളരാനാണ് സാധ്യത. കച്ചവടക്കാർക്ക് ഈ ചിങ്ങമാസത്തിൽ കൂടുതൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ തുടക്കമിടാൻ കഴിഞ്ഞേക്കും. അതോടൊപ്പം നിങ്ങളുടെ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും ഈ ചിങ്ങത്തിൽ അവസരം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തൃപ്തികരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വരുന്നതാണ്. കലാകായിക രംഗങ്ങളിലും മറ്റ് വിവിധ മേഖലകളിൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തന്നെ ഗുണകരമായ പല മാറ്റങ്ങളും ഈ ചിങ്ങമാസത്തിൽ വന്നു ചേരുന്നതിൻ്റെ സാധ്യതയാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ശ്രദ്ധാപൂർവം ചെയ്യുക. വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധിയോടുകൂടി മുമ്പോട്ട് പോയാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും.